വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഫാറ്റി ലിവർ. പൊതുവെ മദ്യപിക്കുന്നവരിലാണ് ഫാറ്റി ലിവർ കണ്ടുവരാറ്. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ അമിതമായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിന്റെ ഉപയോഗം, അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത്, പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും ഇല്ലാതെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇത് മാത്രമല്ല, വൈറ്റമിൻ B12 കുറഞ്ഞാലും ഫാറ്റി ലിവറിന് കാരണമാവാറുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ലിവർ എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന ഒരു ഓർഗനാണ്. നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ. നമ്മുടെ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നത് മുതൽ, അതായത് ഡിറ്റോക്സിഫിക്കേഷൻ മുതൽ ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുന്നതിന് വരെ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. പക്ഷേ ലിവറിന്റെ ആരോഗ്യം മോശമാകുമ്പോൾ ആദ്യകാലങ്ങളിലൊന്നും പ്രത്യേകിച്ച് അതിന്റെ സിംറ്റംസ് ഒന്നും കാണണമെന്നില്ല. കാലക്രമേണയാണ് സിംറ്റംസ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റം ഹെൽത്തി ആക്കി വെക്കാനും റെഡ് ബ്ലഡ് സെൽ അഥവാ ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും ഒക്കെ വൈറ്റമിൻ B12 ആവശ്യമാണ്. ഇത് മാത്രമല്ല, വൈറ്റമിൻ B12ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസും നമ്മുടെ ശരീരത്തിലുണ്ട്. അതിലൊന്നാണ് ഫാറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ലിവറിന് പ്രോപ്പറായിട്ട് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ലിവർ സെൽസിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം വരുന്നതിന് കാരണമാകും. ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോൾ പതുക്കെ അത് ലിവർ സ്കാറിങ്ങിന് കാരണമാകും. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ ലിവർ ഡാമേജിന് കാരണമാകും, അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള അവസ്ഥകൾ വരാം. വൈറ്റമിൻ B12ന്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഹാംഫുൾ ആയിട്ടുള്ള ഹോമോസിസ്റ്റീൻ എന്ന അമിനോ ആസിഡിനെ ഹാംലെസ് ആക്കി മാറ്റുക എന്നത് വൈറ്റമിൻ B12ന്റെ ഒരു ഫംഗ്ഷനാണ്. ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ അകത്തെത്തുമ്പോൾ മെഥിയോണിൻ എന്ന അമിനോ ആസിഡിന്റെ മെറ്റബോളിസം നടക്കുകയും അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒന്നാണ് ഹോമോസിസ്റ്റീൻ. വൈറ്റമിൻ B12 ശരീരത്തിൽ ആവശ്യത്തിനില്ലെങ്കിൽ ഈ ഹോമോസിസ്റ്റീൻ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ബിൽഡപ്പ് ചെയ്യുകയും കാലക്രമേണ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കാരണമാവുകയും ചെയ്യും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസും ആന്റി ഓക്സിഡൻസിന്റെയും ഒരു അസന്തുലിതാവസ്ഥയാണ്. ഇങ്ങനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം വരികയും കാലക്രമേണ മറ്റ് പല അസുഖങ്ങൾക്കും കാരണമാകും. അതോടൊപ്പം തന്നെ ലിവർ ഡാമേജിനും ഇത് കാരണമാകും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻ B12 ഉണ്ടെങ്കിൽ ഹോമോസിസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ലിവർ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ലിവർ ഹെൽത്ത് മാത്രമല്ല, മറ്റ് പല ഓർഗൻസിന്റെയും ഹെൽത്തിന് അത് ആവശ്യമാണ്. വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി പൊതുവെ പ്യുവർ ആയിട്ടുള്ള വെജിറ്റേറിയൻസിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ കണ്ടുവരാൻ സാധ്യത കൂടുതലാണ്. കുടൽ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരിൽ വൈറ്റമിൻ B12 പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കില്ല, അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചില മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ദീർഘകാലമായിട്ടുള്ള ഉപയോഗം ഒക്കെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിക്ക് കാരണമാകും. പെർനീഷ്യസ് അനീമിയ പോലുള്ള അവസ്ഥകളിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാം. നമുക്ക് വൈറ്റമിൻ B12 കണ്ടെത്താനായിട്ട് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 300 to 950 പൈക്കോഗ്രാം പെർ മില്ലി